ഗവൺമെന്റ് 50,000-ൽ പരം വീടുകൾ വെച്ച് കൊടുത്തു എന്നല്ലേ പറയുന്നത്? ചെയ്യുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഇപ്പോഴും ആയിട്ടില്ല, മുഴുവനാവുന്നില്ല, ആയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി ഗവൺമെൻറ് ചെയ്തു കൊടുക്കുമ്പോൾ അവിടെയും അതിൻ്റെ ക്വാളിറ്റി ലൂസ് ചെയ്യാണ്. കണ്ടല്ലോ ഇപ്പോൾ പല അഴിമതികളും പൊങ്ങി വരുന്നത് കണ്ടില്ല. അതായത് എന്താണ് ഫ്ലഡിന് ശേഷം മറ്റേ ലൈഫ് മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പണം വരുന്നു, അത് വേറെ വിധത്തിൽ ഡൈവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് നേരത്തെ പറഞ്ഞ മാതിരി 1 രൂപയ്ക്ക് 30 പൈസയാണ് റിയാലിറ്റിയിലേക്ക് പോകുന്നുള്ളെങ്കിൽ അവിടെയും ക്വാളിറ്റി ഉണ്ടാവുന്നില്ല. സാർ, ടാക്സ് വളരെ ജെന്യുവനായിട്ട് ഫയൽ ചെയ്യും, അടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ 1 രൂപ ടാക്സ്, ഒരു കറക്ഷൻ, അതായത് ഞാൻ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ടാക്സ് പെയർ ആയിരുന്നതല്ല, കേരളത്തിലെ അന്ന് ഞാൻ ഇൻഡിവിജ്വലായിട്ട് പ്രൊപ്പറേറ്ററി ആയിരുന്നു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അന്ന് ടാക്സ് കൊടുത്തു എന്നുള്ളൊരു അത്ര ഇൻഡിവിജ്വൽ, അതിനേക്കാളും പണം ഉണ്ടാക്കിയിരുന്ന ഇൻഡിവിജ്വൽസ് വേറെ ഉണ്ടായിരുന്നു. അല്ല, എൻ്റെ ചോദ്യം സാർ, 1 രൂപ ടാക്സ് കൊടുക്കുമ്പോൾ സാറിന് ഇന്ത്യ ഗവൺമെൻറ് എത്ര രൂപയുടെ വികസന പ്രവർത്തനങ്ങളും സൗകര്യങ്ങളുമാണ് തിരിച്ചു തന്നിട്ടുണ്ടാവുക? അല്ല, എനിക്ക് പേഴ്സണലായിട്ടൊന്നും വേണ്ട. അത് താഴെക്കടയിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ ടാക്സ് പിരിക്കുന്നത്. താഴെക്കടയിൽ അല്ലാതെ നമ്മൾക്ക് പ്രോഫിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൽ നിന്ന് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ ആ സമയത്ത് പ്രതീക്ഷിക്കുന്നത് എന്താ? ഇൻഫ്രാസ്ട്രക്ചർ വേണം, അല്ലെങ്കിൽ നല്ല റോഡുകൾ വേണം, അല്ലെങ്കിൽ നല്ല ബ്രിഡ്ജസ് വേണം, അല്ലെങ്കിൽ ഫ്ലൈ ഓവർ വേണം, അല്ലെങ്കിൽ എക്സ്പ്രസ് വേ ഒക്കെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ തല താഴ്ത്തിയല്ലേ നടക്കുന്നത്. ഇത്രയും നാളായിട്ട് നല്ല എക്സ്പ്രസ് ഹൈവേകൾ നമ്മുടെ നാട്ടിൽ ആയിട്ട് ഇപ്പോൾ തുടങ്ങാനല്ലേ ഉള്ളൂ. എത്ര കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. എനിവേ, അത് അങ്ങനെ കാട് കയറിപ്പെട്ട് കാര്യമില്ല. ഇപ്പോൾ കൊച്ചിയുടെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ കൊച്ചിയാണല്ലോ 2020 ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ പാലാരിവട്ടം പാലം മുതൽ പല കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ പാലാരിവട്ടം പാലത്തിൻ്റെ പേരിൽ അഴിമതി ആരോപിക്കപ്പെട്ട് പോലീസ് അറസ്റ്റ് വരെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഈ പ്രാവശ്യം ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മകനാണ് മത്സരിക്കുന്നത്. സാറിൻ്റെ അഭിപ്രായം എന്താണ് ആ വക കാര്യങ്ങൾ? അത് തന്നെയാണ് ഞാൻ പറയുന്നത്. അതായത് ഇതിനൊന്നും ഒരു ഉളുപ്പുമില്ല എന്നർത്ഥം. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതായത് വേറൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ കൊള്ളാം. അതായത് ഒരു മന്ത്രി കോഴ വാങ്ങിച്ചു, കൃത്യമായിട്ട് ഇനി പേര് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബി കോഴ മേടിച്ചു, ഒരുപാട് മേടിച്ചു. എന്നിട്ട് അതിൻ്റെ തെളിവ് കിട്ടിയിട്ട് അതിന് നിയമസഭയിൽ അടിപിടി ഉണ്ടാക്കി കസാര വരെ തല്ലിപ്പൊളിച്ച ആ കൂട്ടരെ, ആ മന്ത്രിയുടെ മകനെ, അല്ലെങ്കിൽ ആ പാർട്ടിയെ, ഈ കസാര തല്ലിപ്പൊളിച്ച അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച ആ കൂട്ടർ അവരെ കൂട്ടിച്ചേർത്തു. കാരണം നിലനിൽപ്പിന് ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അതിൻ്റെ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട. പക്ഷെ ആരെങ്കിലും ഭരിച്ചില്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി വേണ്ടേ? ഇതുപോലെ ഓരോ MLA-മാർ ഇൻഡിവിജ്വലി ഉണ്ടായാൽ മതിയോ? അല്ല, അത് തന്നെയാണ് ഈ പവർ ഹംഗ്രി എന്നൊക്കെ പറയില്ലേ. അതായത് ഒരു ഉളുപ്പില്ലാതെ, അതായത് ഈ അഴിമതി കേസിൽ പെട്ട മന്ത്രിയുടെ മകനെ നിർത്തുന്നു, അത് പാർട്ടി അംഗീകരിക്കുന്നു. ആ പാർട്ടി മാത്രമല്ല, ആ കൂട്ടായ്മ, അത് ഇപ്പോൾ ഒന്നല്ലെങ്കിൽ LDF അല്ലെങ്കിൽ UDF ഒക്കെയാണല്ലോ. ഈ എത്ര പാർട്ടികളാണ് നമ്മുടെ നാട്ടിൽ? അതിൻ്റെ കാരണം എന്താ? അതായത് എങ്ങനെയെങ്കിലും കക്ഷി ചേർന്നിട്ട് ഒരു പങ്ക് പറ്റി ഒരു MLA ഉണ്ടെങ്കിൽ അയാളെ പ്രീണിപ്പിക്കാനും വേണമെങ്കിൽ 6 മാസത്തേക്ക് മന്ത്രിയാക്കും. അങ്ങനെയൊക്കെയാണ്. പല ടേൺ അനുസരിച്ച് മന്ത്രിയാക്കുന്നുണ്ട്. നിനക്ക് 6 മാസം തരാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷൻ്റെ ചുമതല ഏൽപ്പിക്കാം. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുകയാണ് അഴിമതി എന്ന് പറയാം. ഈ സുതാര്യത ഇല്ലായ്മ അഴിമതിയിലല്ലേ? സാറിൻ്റെ അഭിപ്രായത്തിൽ അഴിമതിയാണോ വർഗീയതയാണോ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം? രണ്ടും. അതായത് പലപ്പോഴും ഈ വർഗീയതയുടെ കാര്യം പറഞ്ഞാൽ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നാട്ടിലൊക്കെ അങ്ങനെ ഒരു വർഗീയമായിട്ടുള്ള തരംതിരിവുണ്ടായിരുന്നില്ല. അതായത് നമ്മളൊക്കെ ജാതി മതം, അതായത് ഇപ്പം ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് എൻ്റെ വീട്. അവിടെ ഓണം വന്നാലും ക്രിസ്ത്യാനികൾ ആഘോഷിക്കും, അല്ലെങ്കിൽ പൂരം വന്നാൽ നസ്രാണികൾ ആഘോഷിക്കും, ഈദ് വന്നാൽ എല്ലാവരും കൂടി ആഘോഷിക്കും.
ഞങ്ങൾ തൃശ്ശൂർക്കാരെല്ലാം ആഘോഷിക്കുന്നതിൻ്റെ ആൾക്കാരാണ്, ഒന്നും വിടില്ല. മാത്രമല്ല ആ ഒരു മതസൗഹാർദ്ദം, പള്ളിപ്പെരുന്നാളിനും ഹിന്ദുക്കൾ വരും, അല്ലെങ്കിൽ പൂരത്തിനും ക്രിസ്ത്യാനികൾ കൂടും. ഇപ്പോഴൊക്കെ ഒരു വേർതിരിവ് മാതിരിയായി, അതൊരു തരംതിരിവ് പോലെ അതുണ്ടാക്കിയതാരാ? അത് രാഷ്ട്രീയ പാർട്ടികളാണ്. അത് ഈ വിഷം കുത്തിവെച്ച് അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അത് നമുക്ക് കിട്ടേണ്ടതാണ്, അത് നമുക്ക് കിട്ടാതെ പോയി എന്നൊക്കെ വരുത്തി തീർത്തതും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ട് കൂടിയിട്ടല്ലേ. ഈ ഡിവൈഡഡ് ആയിട്ട് കിടക്കുന്ന ജനം, സമ്പത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഡിവൈഡഡ് ആയിട്ട് കിടക്കുന്ന ജനം, ഇവരെ ഒരുമിപ്പിക്കാൻ ഒരു പഞ്ചായത്തിലാണെങ്കിൽ 2020 എന്താ ചെയ്യാൻ പറ്റുക? അല്ല, 2020 സാധിച്ചുല്ലോ. എന്നിട്ട് അവർ എന്താ പറയുക, അവരൊക്കെ പറയുന്നവർ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചുല്ലോ. അതെങ്ങനെ സാധിച്ചു? അപ്പോൾ അതിൻ്റെ അർത്ഥം മാറിയെന്ന് നോക്കുമ്പോൾ ഓക്കെ, അതിനകത്തൊരു സുതാര്യതയുണ്ട്, അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ട്, അതിനകത്തൊരു ട്രാൻസ്പാരൻസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു അഴിമതി ഇല്ലായ്മ തോന്നിയിട്ടായിരിക്കുമല്ലോ അവർ വോട്ട് ചെയ്തത്. അല്ലാതെ പണം കൊടുത്തിട്ടായിരിക്കുമോ വോട്ട് വാങ്ങിച്ചിട്ടുണ്ടാവുക? അല്ല. പണം കൊടുത്താൽ വോട്ട് കിട്ടുമോ? പിന്നെ ധാരാളം. അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അത് പ്രബുദ്ധ കേരളത്തിൽ അതുണ്ട്. പണ്ടത്തെ ഒരു മോഹൻലാലിൻ്റെ സിനിമയിൽ ഈ ഒരു കുപ്പി മദ്യവും ഒരു നോട്ടും വെച്ച് കൊടുത്തിട്ട് ഒരു മുണ്ടും കൂടെ പൊതിഞ്ഞിങ്ങനെ ജഗതി ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതിന് വോട്ട് കിട്ടുന്നുണ്ട്. ഇത് സത്യത്തിൽ നടക്കുന്നൊരു കാര്യമാണോ രാഷ്ട്രീയത്തിൽ? അതായത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ തരത്തിലുള്ള അടവുകൾ എടുക്കും, നേരത്തെ പറഞ്ഞ മാതിരി അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പറയും നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായി, നിങ്ങൾ രാഷ്ട്രീയക്കാരനാവാൻ പോവല്ലേ. അപ്പോൾ ഇതിനകത്തൊരു ഒരു കറക്റ്റീവ് ഫോഴ്സ് ആവാൻ ശ്രമിക്കുന്നു മാത്രം. ഇത് വിജയിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു, ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ നമുക്ക് വേണ്ട, അത്രേ എനിക്ക് പറയാനുള്ളൂ, എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ. നടൻ ശ്രീനിവാസൻ, അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് കൃഷി വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നു എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് പത്രത്തിൽ നിന്നൊക്കെ. അദ്ദേഹം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം. അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പശുവിൻ്റെ ചാണകം കൊണ്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയോട് ചേർന്നിട്ടുള്ള വികസനമാണല്ലോ അതിൻ്റെ ഒരു സംഭവം. നമ്മുടെ നാട്ടിൽ ക്വാറികളും എല്ലാ കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് ഈ റോഡ് പണിയാനും, ഇപ്പോൾ സാറിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കണം, നമുക്കിത് പറ്റുമോ? അല്ല, അതായത് ജനവാസമില്ലാത്ത ഇത്രയും കാര്യം കേരളത്തിൽ ജനം തിങ്ങിപ്പാർക്കുന്നുണ്ടെങ്കിലും ജനവാസം യോഗ്യമല്ലാത്ത ഏരിയയിൽ ക്വാറികൾ നടത്താതെ പറ്റില്ല. പക്ഷെ അതേസമയം ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത്, കിഴക്കമ്പലത്ത് അവരൊരു സമഗ്ര വികസനമാണ് നടത്തിയത് കേട്ടോ. റോഡ് മാത്രമല്ല, അതിപ്പോൾ തരിശായി കിടക്കുന്ന ഭൂമി കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ട് അവിടെ കൃഷികൾ, അതായത് പച്ചക്കറിയാണെങ്കിൽ പച്ചക്കറി, നെല്ലുൽപ്പാദനമാണെങ്കിൽ നെല്ലുൽപ്പാദനം, ഇനി കുളങ്ങൾ, വെറുതെ കിടക്കുന്ന കുളങ്ങൾ വൃത്തിയാക്കിയിട്ട് അവിടെ മീൻ ഉൽപ്പാദനം, കോഴി വളർത്തൽ, അങ്ങനെ ഇപ്പോൾ അവരുടെ ഒരു പ്ലാനിങ് അടുത്ത 5 വർഷത്തിൻ്റെ അവരുടെ ഒരു സ്വയം പര്യാപ്തത എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ചിക്കൻ അവിടെ നിന്ന്, മട്ടൻ അവിടെ നിന്ന് തന്നെ, കോഴിമുട്ട അവിടെ നിന്ന് തന്നെ. കാരണം ആ നാട്ടിലുള്ളവർക്കൊരു തൊഴിലുമായി, അതോടൊപ്പം അവിടെ ബാക്കിയുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള പ്രോഡക്റ്റ് അവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുക. പണ്ട് അങ്ങനെയായിരുന്നു, പണ്ടല്ല ഇപ്പോഴും. നമുക്ക് ചിക്കനാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം, കോഴിമുട്ടയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരണം. അതിന് പകരം ഇത് അത്തരത്തിൽ പ്രോത്സാഹനങ്ങൾ നൽകിയിട്ട് ധാരാളം താഴെക്കടയിലുള്ളവരെ ഉയർത്തിയെടുക്കാൻ ശ്രമിച്ചു. അതൊക്കെയായിരിക്കുമല്ലോ നിങ്ങൾ അവിടെ നിന്ന് അന്വേഷിക്കേണ്ടതാണ്. ഇതിന് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നതിനോടൊപ്പം തന്നെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ കിഴക്കമ്പലത്ത് പോയിട്ടും ഇത് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, ഒരു ചെറിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് ചെറിയ സ്ഥലമല്ല, പക്ഷെ കേരളം വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു സ്ഥലം. ആ ചെറിയ സ്ഥലത്ത് ഒരുപാട് പേര് കൂട്ടായ്മയിൽ ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ പ്ലാൻ ചെയ്ത് സംഭവങ്ങൾ ചെയ്തപ്പോൾ ഒരു മാറ്റം ഉണ്ടായി. പക്ഷേ ഇത് സ്ഥലത്തിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഇത് കോംപ്ലിക്കേറ്റഡ് ആവില്ലേ? നമ്മളെപ്പോഴും ചെറുതായിട്ടല്ലേ വലുതാവാം. ഇപ്പോൾ വീഗാർഡ് തന്നെ ആദ്യം 2 ജോലിക്കാരുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 5000-ൽ മീതെ ജോലിക്കാരുണ്ട്.
പക്ഷേ നമുക്ക് ഒരു ഫിലോസഫി ഉണ്ടെങ്കിൽ നമുക്കൊരു പോളിസി ഉണ്ടെങ്കിൽ അത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല സ്ഥാപനങ്ങൾ വളരണത്. ഇപ്പം നമ്മൾ പറയും ഓക്കെ ഇൻഫോസിസ് അല്ലെങ്കിൽ TCS അതുമല്ലെങ്കിൽ അസീം പ്രേംജി, അവർക്കൊക്കെ ഏത് സ്ഥാപനത്തിലും ഒരു മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടായിരിക്കില്ലേ. ഇപ്പോൾ നമ്മൾ ടാറ്റ ഗ്രൂപ്പിനെ പറ്റി നമുക്കൊരു വിലയിരുത്തലുണ്ട്. അതേസമയം അംബാനി ഗ്രൂപ്പിനെ പറ്റി നമുക്ക് വേറെ വിലയിരുത്തലാണ്. അപ്പോൾ ടോപ്പ് ലീഡറുടെ ഡയറക്ഷൻ, അയാളുടെ ഒരു ഫിലോസഫി അല്ലെങ്കിൽ എത്തിക്സ്, വാല്യൂസ് അതൊക്കെ ആശ്രയിച്ചായിരിക്കുമല്ലോ കീഴോട്ട് പെർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു V-Guard ആ ഒരു മൂല്യങ്ങളിൽ നിന്ന കാരണം കൊണ്ടാണ് വളരാൻ പറ്റിയത്. അപ്പോൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികളിൽ അങ്ങനെ തന്നെയാണ്. അതായത് മൂല്യങ്ങൾ വ്യതിചലിച്ചാൽ അടിത്തറ ഇളകും, അത് ഉറപ്പാണ്.